പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു ലഞ്ച് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാത്തത്. ഇന്ന് നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള കറി തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ലഞ്ച് വ്ളോഗ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർത്തിട്ടുള്ള നല്ല അടിപൊളി നാടൻ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ റെസിപ്പി കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇന്ന് ചോറിനായിട്ട് ഞാൻ തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർത്തിട്ടുള്ള നല്ല അടിപൊളി നാടൻ രുചിയിലുള്ള ചേനക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു 1/2 കിലോഗ്രാം ചേന എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു പകുതി സവാളയും 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചെറിയ പച്ചമുളകാണ്, എന്നാൽ നല്ല എരിവാണ് കേട്ടോ. അതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത്രേ നമുക്കിന്ന് ആവശ്യമുള്ളൂ. കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ പകുതി തക്കാളി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാമെന്ന്. കട്ട് ചെയ്യലൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് വലിയ പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് മീനൊന്നും കറി വെക്കാൻ വേണ്ടിയിട്ട് കിട്ടാത്ത സമയത്ത് ഇതുപോലെ ഒരു ചേനക്കറിയൊക്കെ തയ്യാറാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായാലും ചോറിനായാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേന മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ചേന വേവുന്ന സമയം കൊണ്ട് ഞാൻ മറ്റൊരടുപ്പിൽ തോരൻ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. വെണ്ടക്ക തോരനും ബീൻസ് തോരനുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇന്ന് നമ്മൾ നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ചേനക്കറിയുടെ റെസിപ്പി മാത്രമാണ് ഇതിൽ മുഴുവനായിട്ടും ഉൾപ്പെടുത്തിയത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ അധിക വീഡിയോയിലും കാണിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വെണ്ടക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ബീൻസ് തോരനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 പേർക്കുള്ള ലഞ്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് വാർത്ത് വെച്ചതായിരുന്നു. ഇന്ന് മട്ട അരിയാണ് ചോറിന് വേണ്ടിയിട്ട് എടുത്തത്. ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ചേനക്കറിയുടെ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി വറുത്ത അരി തന്നെയാണ്. അത് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അത് കുറച്ച് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ 1 കപ്പ് ചിരകിയെടുത്ത തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 കുഞ്ഞുള്ളി, അതായത് ചീറ്റുള്ളി ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ വരെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് ഫെന്നൽ സീഡ്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് കളർ ചേഞ്ചായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ചിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്.
തേങ്ങ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ കളർ ചേഞ്ചായി വന്ന സമയത്ത് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ക്യാമറ ഓഫായി പോയി, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. ഇനി മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേനു. അതിനുശേഷം ചൂടൊക്കെ നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ചൂട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ. ചൂടോടുകൂടി അരച്ചെടുക്കരുത്. നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്ത് അരി ചേർക്കുമ്പോൾ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല തിക്നെസ്സും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അരി ചേർക്കുന്നത്. ഇനി ഈ ഒരു പാനിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഒട്ടും തന്നെ തരികളില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതെടുക്കാം. ഇതിലോട്ടൊരു 2-3 ചീറ്റുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പ്രഷർ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന അതിലുള്ള വെള്ളത്തോട് കൂടി തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഒഴിക്കരുത്, കാരണം കറി ലൂസായി പോവും. ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലിപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ വരെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചേന വേവിക്കുന്ന സമയത്ത് മാത്രമാണ് ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ തേങ്ങയിലേക്കുള്ള ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചേനക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല നാടൻ രീതിയിലുള്ള കറിയാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ ബാക്കിയുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയും തിളച്ചാൽ മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ഫ്രൈ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫിലോപ്പി മീനാണ് എടുത്തത്. ഫിലോപ്പിയ, തിലോപ്പിയ ഇങ്ങനെയൊക്കെ പല പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ കണ്ണൂരിൽ ഫിലോപ്പിയ എന്നാണ് പറയുന്നത്. നിങ്ങളെന്താന്ന് പറയലെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെന്താന്ന് പറയലെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അങ്ങനെ നമ്മുടെ ലഞ്ച് തയ്യാറായി. ഇനി സെർവ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ചേനക്കറി ഉണ്ടോ, നല്ല അടിപൊളി ചേനക്കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ നാടൻ ലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഈ ഒരു റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരും ചേനക്കറി ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ. അപ്പോൾ അധിക പേർക്കും അറിയായിരിക്കും. അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.